കേരള സഭ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. കുടുംബങ്ങളുടെ കെട്ടുറപ്പും കൂട്ടായ്മയുമാകുന്ന വീഞ്ഞ് കുറഞ്ഞു പോകുമ്പോൾ സാന്ത്വനവും പരിഹാരവും നൽകുന്ന സാന്നിധ്യമായി സഭയുടെ കുടുംബ ശുശ്രൂഷകർ മാറണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ നടന്ന കുടുംബ പ്രേക്ഷിതത്വം, മാതൃവേദി, കുടുംബ കൂട്ടായ്മ, പ്രോലൈഫ് എന്നീ വകുപ്പുകളുടെ രൂപതാ ഡയറക്ടർമാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനകളിലും പ്രതിസന്ധികളിലും ആയിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നും കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ശ്ലീഹന്മാരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നതുപോലെ കുടുംബങ്ങൾക്ക് സ്വർഗീയ സാന്നിധ്യം പകരാൻ കുടുംബ പ്രേക്ഷിതർ ശ്രമിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മുൻ വൈദിക ട്രസ്റ്റിയും മുൻ വൈദിക സെമിനാരി പ്രിൻസിപ്പലും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സഭാവക്താവുമായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടിന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ മലങ്കര മൽപ്പാൻ സ്ഥാനം നൽകി. മലങ്കര സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി റിയൽ കോർ എപ്പിസ്കോപ്പ എന്ന സ്ഥാനം നൽകി വാഴിച്ചതിനോടനുബന്ധിച്ചാണ് മലങ്കര മൽപ്പാൻ സ്ഥാനവും നൽകിയത്. പാമ്പാക്കുട സെന്റ് ജോൺസ് എഫെസോസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വിശുദ്ധ കുർബാന മധ്യേയാണ് ശുശ്രൂഷകൾ നടന്നത്. MCA തിരുവല്ല മേഖലയിൽ നിന്നും ഫാദർ മാത്യു വാഴയിൽ, ബിജു ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ മിഷൻ സാന്ത്വന പഠനയാത്രയുടെ ഭാഗമായി ഡൽഹിയിലെത്തിയ സംഘത്തെ ഗുഡ്ഗാവ് സെയിന്റ് ജോൺ ക്രിസോസ്തം ഭദ്രാസനാധിപൻ അഭിവന്ദ്യ അബൂൻ തോമസ് മോർ അന്തോണിയോസ് മെത്രാപ്പോലീസ സ്വീകരിച്ചു. ഗുഡ്ഗാവ് ഭദ്രാസന വികാരി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ടും സ്വീകരണത്തിൽ സന്നിഹിതനായിരുന്നു. കോട്ടയം അതിരൂപതയിലെ അൽമായ സംഘടനകളായ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിന്റെയും ജ്ഞാനായ കാത്തലിക് വിമൻസ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ ചങ്ങലേരി ഫൊറോനയിലെ എല്ലാ ഇടവകകളിലെയും കുടുംബങ്ങളെ കോർത്തിണക്കി ജ്ഞാനായ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. KCC ചങ്ങലേരി ഫൊറോന പ്രസിഡന്റ് തങ്കച്ചൻ തേക്കിലക്കാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം കോട്ടയം അതിരൂപത മെത്രാപ്പോലീത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കാന്തളം തിരുഹൃദയ ദേവാലയത്തിൽ കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പോലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട കൃതജ്ഞതാ ബലിയോടെയാണ് സംഗമത്തിന് തുടക്കമായത്. ജ്ഞാനായ സമുദായത്തിന്റെ വെല്ലുവിളികളും പ്രസക്തിയും എന്ന വിഷയത്തിൽ KCC മലബാർ റീജിയണൽ ചാപ്ലൈൻ ഫാദർ ജോയി കട്ടിയാങ്കൽ ക്ലാസ് നയിച്ചു. കൈറോസ് KLM മെയ് ദിനാഘോഷവും തൊഴിലാളി സംഗമവും പൊതുസമ്മേളനവും ഇരിട്ടി ഉളിക്കൽ സെയിന്റ് ജോസഫ് ചർച്ച് ഹാളിൽ നടന്നു. പരിപാടി സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് PC ഷാജി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് അലക്സ് വടക്കുന്തല അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇരിട്ടി ഫൊറോന വികാരി ഫാദർ ജോസ് അവന്നൂർ, വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കൾ, കെയ്റോസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ കിരൺ ജോസ്, KLM രൂപത കോഓർഡിനേറ്റർ, KLM രൂപത സെക്രട്ടറി തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടയം അതിരൂപതയിൽ സ്ഥാപിതമായിരിക്കുന്ന സെയിന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ മെറീന, സിസ്റ്റർ സ്റ്റെനി SJC എന്നിവരുടെ നിത്യവ്രത വാഗ്ദാനം കൈപ്പുഴ സെയിന്റ് ജോസഫ് കോൺവെന്റ് ചാപ്പലിൽ വെച്ച് കോട്ടയം അതിരൂപത അധ്യക്ഷന്മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പോലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ദൈവദാസൻ പൂതത്തിൽ തുമ്മിച്ചനാൽ സ്ഥാപിതമായ കൈപ്പുഴ സെയിന്റ് തോമസ് അസൈലത്തിന്റെ ശതാബ്ദി ഉദ്ഘാടനവും കോട്ടയം അതിരൂപത അധ്യക്ഷന്മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പോലീത്ത നിർവഹിച്ചു. സെയിന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ C അനിത SJC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ലോകമെമ്പാടുമുള്ള ജ്ഞാനായ കത്തോലിക്കരുടെ മേൽ കോട്ടയം അതിരൂപത അധ്യക്ഷന് അജപാലന അധികാരം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KCCയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ സിംഹാസനത്തിന് സമർപ്പിക്കുന്ന നിവേദനത്തിലേക്കായുള്ള ഒപ്പുശേഖരണത്തിന് ഡയാസ്പറയിൽ നിന്ന് ആദ്യ പ്രതികരണവുമായി ഓസ്ട്രേലിയയിലെ കാൻബറ, സിഡ്നി ജ്ഞാനായ കാത്തലിക് മിഷനുകൾ. കാൻബറ സേക്രഡ് ഹാർട്ട് ജ്ഞാനായ മിഷനിലെയും സിഡ്നി സെയിന്റ് ജോസഫ് ജ്ഞാനായ മിഷനിലെയും അംഗങ്ങളുടെയും ഒപ്പുകൾ സമാഹരിച്ച് പ്രസ്തുത മിഷനുകളുടെ ചുമതലയുള്ള ഫാദർ ഡാലിഷ് കോച്ചേരിൽ കോട്ടയം അതിരൂപത കേന്ദ്രത്തിൽ വെച്ച് KCC പ്രസിഡന്റ് ബാബു പറമ്പടത്തുമലയിലിന് കൈമാറി. KCC ചാപ്ലൈൻ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, ജനറൽ സെക്രട്ടറി ബേബി മുളവേലിപ്പുറം, AICU പ്രതിനിധി ബിനു ചെങ്ങളം എന്നിവർ സന്നിഹിതരായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കുണ്ടറ ഇടവട്ടം സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ നവീകരിച്ച പുനൂക്കുന്നൂർ സെയിന്റ് ജോർജ് കുരിശിൻ സൗധത്തിന്റെ കൂദാശ കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് നടത്തി. ഇടവക വികാരി ഫാദർ അലക്സ് ജോൺ, സഹവികാരി ഫാദർ മാത്യു പണിക്കർ, ഫാദർ TT ജേക്കബ്, ഫാദർ ഷിബു കോശി ഐസക്, ഫാദർ K ലൂക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു.
KLCA ഓച്ചന്തുരുത്ത് യൂണിറ്റ് സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ചരിത്രത്തിൽ ആദ്യമായി വൈപ്പിൻ രാജവീതിയിലൂടെ നടത്തുന്ന അഖില കേരള മിനി വൈപ്പിൻ മാരത്തോൺ വിജയകരമായി നടത്തുന്നതിന് സംഘടനാ സമിതി രൂപീകരിച്ചു. 51 പേരടങ്ങുന്ന സംഘടനാ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. സംഘടനാ സമിതി യോഗവും സ്വാഗത സംഘം ഓഫീസും KLCA സംസ്ഥാന സെക്രട്ടറി ബിജു ജോസി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ലൈജു കളരിക്കൽ അധ്യക്ഷത വഹിച്ചു. KRLCC സ്ഥാപിത ദിനാഘോഷം 2024 മെയ് 24 നടത്തപ്പെടുന്നു. എറണാകുളം ആശീർ ഭവനിൽ രാവിലെ 10:30 പരിപാടി നടക്കുക. ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ മോഹൻ ഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തും. താമരശ്ശേരി രൂപതയിലെ ഈരൂടിൽ സ്ഥാപിതമായ സെന്റ് ജോസഫ് ക്ലോയിസ്റ്റേഡ് മൊണാസ്ട്രിയുടെ വെഞ്ചരിപ്പും ദേവാലയ പ്രതിഷ്ഠയും താമരശ്ശേരി രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ മാർ റെമേജിയസ് ഇഞ്ചനാനിയിൽ നിർവഹിച്ചു. 4 വർഷം മുമ്പ് പണികൾ ആരംഭിച്ചെങ്കിലും കോവിഡ് മഹാമാരിയുടെ രംഗപ്രവേശനത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാലതാമസം നേരിടുകയായിരുന്നു. നിർമ്മാണം പൂർത്തിയായ ആശ്രമത്തിന്റെ ഒരു ഭാഗം 2022 ജൂലൈ 16 വെഞ്ചരിച്ചിരുന്നു. 21 സന്യാസിമാർക്കായാണ് ആശ്രമം ഒരുക്കിയിട്ടുള്ളത്. ചേബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സമിതിയുടെ ആഹ്വാനപ്രകാരമുള്ള 1000 പ്രചാരണ യോഗങ്ങൾ കൊച്ചി രൂപത തങ്കി ഫൊറോന പള്ളിയിൽ ഫൊറോന വികാരി റവറൻഡ് ഡോക്ടർ ജോർജ് എടയേടത്ത് ഉദ്ഘാടനം ചെയ്തു. KLCA സംസ്ഥാന ഫോറം കൺവീനർ TA ഡാൽഫിൻ വിഷയം അവതരിപ്പിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ ലോക കുട്ടികളുടെ സംഗമം ഓരോ രൂപതയിലും നടത്തണമെന്ന ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് കൊച്ചി രൂപത ചിൽഡ്രൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ രൂപതയുടെ എല്ലാ ഇടവകകളിൽ നിന്നും 10 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള 1000 കുട്ടികളുടെ ചിൽ ആൻഡ് റൺ പരിപാടി സംഘടിപ്പിക്കുന്നു. മെയ് 19 കൊച്ചി ആൽഫ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 വരെയാണ് പരിപാടി നടക്കുക. അഞ്ചുതെങ്ങ് ഫൊറോനയുടെ BCC പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ഭാഗമായി ഫൊറോന BCC സംഗമം നടന്നു. അഞ്ചുതെങ്ങ് പാരിഷ് ഹാളിൽ നടന്ന സംഗമത്തിൽ അതിരൂപത BCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ഡാനിയൽ മുഖ്യാതിഥിയായി. BCC ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഫാദർ ഡാനിയൽ ക്ലാസ് നയിച്ചു. തുടർന്ന് അഞ്ചുതെങ്ങ് ഫൊറോന വികാരി റവറൻഡ് ഫാദർ ജസ്റ്റിൻ ജൂഡിൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഫൊറോന ആനിമേറ്റർ സിസ്റ്റർ തെരേസ സ്വാഗതം പറഞ്ഞു. ഫൊറോന സെക്രട്ടറി ശ്രീമതി സെൽവി ക്ലമന്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വരാപ്പുഴ അതിരൂപതയിലെ KLCA സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, ജാതി സെൻസസ് എന്നീ വിഷയങ്ങളിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. KLCA കത്തീഡ്രൽ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിജി ആന്റണി അധ്യക്ഷത വഹിച്ച് കത്തീഡ്രൽ വികാരി റവറൻഡ് ഫാദർ പീറ്റൽ കൊച്ചുവീട്ടിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. KLCA വരാപ്പുഴ അതിരൂപത ജനറൽ സെക്രട്ടറി ശ്രീ റോയ് പാളയത്തിൽ ക്ലാസ് നയിച്ചു. സഹവികാരി ഫാദർ ഇമ്മാനുവൽ, KLCA സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കേരള കാത്തലിക് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ കരിപ്പാട്ട് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് പുതുക്കുറിച്ചി ഫൊറോന കൊച്ചുതുറ ഇടവകയിൽ സ്റ്റുഡൻസ് ഫോറം രൂപീകരിച്ചു. ഇടവക വികാരി ഫാദർ ആൽബർട്ട് ഫോറം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്കുതകുന്ന വിവിധ പ്രവർത്തനങ്ങൾ സ്റ്റുഡന്റ് ഫോറത്തിലൂടെ നടപ്പിലാക്കണമെന്ന് ഫാദർ ആൽബർട്ട് തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. അനിമേറ്റർ സുശീല ഫോറത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. പ്രസിഡന്റ് ആൽവിൻ, വൈസ് പ്രസിഡന്റ് ആബെൽ, സെക്രട്ടറി ബെല്ല, ജോയിന്റ് സെക്രട്ടറി ജോസാൽ, കാഷ്യർ സൈന എന്നിവരെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. ജീസസ് യൂത്ത് കേരള ടീൻസ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ 8ാം ക്ലാസ്സിൽ നിന്നും 9ാം ക്ലാസ്സിലേക്ക് കയറുന്ന ടീനേജേഴ്സിനായി സ്റ്റെപ്പ് 1 എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു. മെയ് മാസം 10-ാം തീയതി വൈകുന്നേരം 4 മണി മുതൽ 13-ാം തീയതി രാത്രി 10 മണി വരെ കളമശ്ശേരി സെയിന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചാണ് പരിപാടി നടക്കുക. തേർത്തല്ലി മേരിഗിരി ലിറ്റിൽ ഫ്ലവർ ചർച്ച് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ 106ാമത് ജന്മദിനാഘോഷം ഫൊറോന വികാരി ഫാദർ എബ്രഹാം മടത്തിമേലിൽ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ജോർജ് പന്തമാക്കൽ, ജേക്കബ് നിരപ്പേൽ, ജോർജ് മാത്യു മണലിൽ, സിബി നിരപ്പേൽ, സാനിച്ചൻ മോനിക്കൽ, രാജു കൊടിമരത്തിൻമൂട്ടിൽ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. കോൺഗ്രിഗേഷൻ ഓഫ് തെരേസ്യൻ കാർമലൈറ്റ് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായി സിസ്റ്റർ ആന്റണി ഷഹീലയെ തെരഞ്ഞെടുത്തു. CTC സന്യാസിനി സമൂഹത്തിന്റെ സെക്രട്ടറി ജനറലായി സേവനം ചെയ്തു വരികയായിരുന്നു സിസ്റ്റർ ആന്റണി ഷഹീല. സിസ്റ്റർ ജയ, സിസ്റ്റർ ബെനഡിക്റ്റ, സിസ്റ്റർ സൂസി, സിസ്റ്റർ ലീസിയ എന്നിവർ കൗൺസിലർമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം അതിരൂപത സാമൂഹ്യ ശുശ്രൂഷയ്ക്ക് കീഴിലുള്ള ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റി തനതായ ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രം ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി നഴ്സിംഗ് പൂർത്തിയാക്കിയവർക്കും അവസാന വർഷം പഠിക്കുന്നവർക്കും +2 കഴിഞ്ഞവർക്കും ശരിയായ ദിശാബോധവും അറിവും നൽകുന്നതിനായി മെയ് 3 രാവിലെ 11 മണിക്ക് വെള്ളയമ്പലം ട്രിവാൻഡ്രം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ വെച്ച് സെമിനാറും നടത്തപ്പെടും. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.